ഗതികെട്ടാൽ ചേരയും തിരിഞ്ഞു കടിക്കുമെന്ന് കേട്ടിട്ടുള്ളത് പോലെയാണ് ഉക്രൈന്റെ ഇപ്പോഴത്തെ അവസ്ഥ. എന്നാൽ ഒരിക്കലല്ല, പല തവണയായിട്ട് ഇത് തന്നെയാണ് ഉക്രൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആദ്യകാലത്തൊക്കെ ഉക്രൈനിൽ എന്തുമാവാം എന്ന് തോന്നൽ റഷ്യ അടക്കം പല രാജ്യങ്ങൾക്കും ഉണ്ടായിരുന്നു. എന്ത് ചെയ്താലും തിരിച്ചു കടിക്കാൻ കെൽപ്പില്ല എന്നൊരു പേര് ഉക്രൈനും വന്നു ചേർന്നിരുന്നു എന്ന് സാരം. എന്നാൽ ദിവസങ്ങൾക്ക് മുൻപ് ഓപ്പറേഷൻ സ്പൈഡർ വെബ് ഡ്രോൺ ആക്രമണം നടന്നപ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും ഇനിയൊന്നും ചെയ്യാനുള്ള കരുത്ത് ഉക്രൈനിൽ ഇല്ലെന്നും പറഞ്ഞ് റഷ്യയുടെ തിരിച്ചടിക്കാണ് ലോകം കാത്തിരുന്നത്. എന്നാൽ റഷ്യ തിരിച്ചടിക്ക് ഒരുങ്ങുമ്പോഴും പ്രതിരോധിക്കാൻ സജ്ജമായിരിക്കുകയാണ് സെലൻസ്കിയും കൂട്ടരുമെന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. അതിന്റെ ഉദാഹരണമാണ് വീണ്ടും റഷ്യൻ വിമാനങ്ങൾ യുക്രൈൻ വീഴ്ത്തിയത്. യുക്രൈൻ അതിർത്തിയിൽ നിന്നും 600 കിലോമീറ്ററിലേറെ അകലെ നിഷ്നി നോവോഗോറോഡ് മേഖലയിലെ സാവോസ്ലേക്ക വ്യോമതാവളത്തിൽ നടന്ന ആക്രമണത്തിലാണ് വിമാനങ്ങൾ തകർന്നത്. ആക്രമണ രീതിയോ കൂടുതൽ വിശദാംശങ്ങളോ യുക്രൈൻ സേന ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. റഷ്യയുടെ അത്യാധുനിക കിൻഷാൽ ബാലിസ്റ്റിക് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള MiG-31 വിമാനങ്ങൾ വിന്യസിക്കാറുള്ളവയാണ് സാവോസ്ലേക്ക വ്യോമതാവളം. MiG-31 വിമാനമോ Su-30-34 വിമാനമോ ആണ് തകർന്നത് എന്ന് അനുമാനമുണ്ട്. സമാനമായി യുക്രൈൻ അതിർത്തിയിൽ നിന്നും 1000 കിലോമീറ്ററിലേറെ അകലെ ചെബോസ്കരിയിലെ ഫാക്ടറിയിൽ വിജയകരമായ ഡ്രോൺ ആക്രമണത്തിന്റെ വീഡിയോ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. US ഉപരോധം നേരിടുന്ന VNIIR പ്രോഗ്രസ് ഫാക്ടറിയാണ് ആക്രമിച്ചത് എന്നാണ് യുക്രൈൻ വിശദീകരണം. 2 ഡ്രോണുകളാണ് ആക്രമണം നടത്തിയത്. അതേസമയം യുക്രൈനിലുടനീളം റഷ്യയും കനത്ത ആക്രമണം തുടരുകയാണ്. ഞായറാഴ്ച രാത്രി മാത്രം 479 ഡ്രോണുകളാണ് റഷ്യ അയൽ രാജ്യത്തിനു നേരെ തൊടുത്തത്. മധ്യ പശ്ചിമ മേഖലകളിൽ 20 മിസൈലുകളും വർഷിക്കുകയുണ്ടായി. ആക്രമണങ്ങളിൽ ഒരാളുടെ മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുക്രൈനിൽ ഡബ്നോ വ്യോമതാവളത്തിനു നേരെയും ആക്രമണം ഉണ്ടായതായി സ്ഥിരീകരണമുണ്ട്. അതേസമയം യുക്രൈന്റെ ഡ്രോൺ ആക്രമണം തുടരുന്നതിന്റെ പശ്ചാത്തലത്തിൽ മോസ്കോയിലെ പ്രധാനപ്പെട്ട 4 വിമാനത്താവളങ്ങളും അടച്ചിട്ടിട്ടുണ്ട്. സുരക്ഷാ കാരണങ്ങളെ തുടർന്നാണ് നടപടി എന്നാണ് റിപ്പോർട്ട്. തിങ്കളാഴ്ച അർദ്ധരാത്രിയോടടുപ്പിച്ച് മാത്രം യുക്രൈന്റെ 76 ഡ്രോണുകളാണ് റഷ്യൻ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കിയത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെയാണ് ഇതുണ്ടായതെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. യുദ്ധം ആരംഭിച്ചതിനു ശേഷം റഷ്യ യുക്രൈനെതിരെ നടത്തിയ ഏറ്റവും വലിയ ഡ്രോൺ ആക്രമണമായിരുന്നു തിങ്കളാഴ്ച രാത്രിയോടെ ഉണ്ടായത്. ക്രൂസ് ബാലിസ്റ്റിക് മിസൈലുകൾ റഷ്യ യുക്രൈൻ നേരെ തൊടുത്തുവിട്ടു. 479 ഡ്രോണുകളിൽ 460 എണ്ണവും നിർവീര്യമാക്കിയതായി യുക്രൈൻ വ്യോമസേന അവകാശപ്പെടുന്നുണ്ട്. റഷ്യൻ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അതേസമയം ആക്രമണം ഒരു വശത്ത് നടക്കുന്നതിനിടെയും റഷ്യയും യുക്രൈനും തമ്മിൽ തടവുകാരെ കൈമാറുന്നതും പുരോഗമിക്കുന്നുണ്ട്. 25 വയസ്സിന് താഴെയുള്ള 100 കണക്കിന് തടവുകാരെയാണ് ഇതനുസരിച്ച് വിട്ടയച്ചത്. ഇസ്താംബൂളിൽ വെച്ച് ജൂൺ 2-നുണ്ടായ ഉടമ്പടി പ്രകാരമാണ് ഈ കൈമാറ്റം നടന്നത്. എന്തായാലും ഭ്രാന്തെടുത്തതുപോലെ റഷ്യയും റഷ്യയുടെ ക്ഷമ പരീക്ഷിക്കുന്നത് പോലെ ഉക്രൈനും പരസ്പരം പോർവിളികൾ മുഴക്കുമ്പോൾ രണ്ടിടത്തും കഴിയുന്ന സാധാരണ മനുഷ്യരുടെ കാര്യമാണ് കഷ്ടം. കാരണം ഇതിനൊരു അവസാനം വരുന്നത് വരെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടാൻ പോകുന്നത് അവരാണല്ലോ.